കോൺഗ്രസ് എന്ന് പറയുന്നത് പലപ്പോഴും വല്ലാത്തൊരു ജനക്കൂട്ടമാണ്. അവിടെ നേതാക്കന്മാർക്ക് ഇതുവരെ പഞ്ഞമുണ്ടായിട്ടില്ല. സ്ഥാനമോഹികളുടെയും അധികാരമോഹികളുടെയും എണ്ണം വളരെ 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 കൂടുതലാണ്. എന്ന് മാത്രമല്ല അതൊക്കെ തുറന്ന് പ്രകടിപ്പിക്കാനും അവർക്ക് മടിയില്ല. നമുക്കറിയാം കോൺഗ്രസിൻ്റെ പല കമ്മിറ്റികളൊക്കെ തന്നെ അതുകൊണ്ട് ജംബോ കമ്മിറ്റികളാണ്. യഥാർത്ഥത്തിൽ കമ്മിറ്റികളിൽ ഇരിക്കുന്നവർക്ക് പോലും പരസ്പരം അറിയാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലെവലുകളിലൂടെ കടന്നു പോകുന്ന കോൺഗ്രസ് 2026 ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാനിരിക്കുന്ന കോൺഗ്രസ് ഏതാണ്ട് 1.25 കൊല്ലം മാത്രം, ഇനി 15 മാസം കൃത്യമായി ബാക്കിയുള്ള കോൺഗ്രസ് അതിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ഒരു ചേസിന് തുടക്കമിട്ടിരിക്കുകയാണ്. വി ഡി സതീശൻ നേരത്തെ തന്നെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രസക്തി കൂട്ടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ SNDPയുടെ ഒരു സമ്മേളനത്തിലേക്ക്, വൈക്കത്ത് നടക്കുന്ന ഒരു പദയാത്രയിലേക്കും, അതിനേക്കാൾ മുമ്പ് NSSുമായി അദ്ദേഹത്തിന് 11 വർഷം മുമ്പുണ്ടായിരുന്ന പിണക്കം മാറ്റിക്കൊണ്ട് NSSൻ്റെ മന്നം ജയന്തിയുടെ ഉദ്ഘാടനത്തിലേക്കും അദ്ദേഹത്തെ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് കൊണ്ട് കോൺഗ്രസിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വിശദമായി ചർച്ച ചെയ്യുകയാണ് നമ്മളിവിടെ. ഇതിൽ ചില വ്യത്യസ്തമായ ആംഗിളിൽ കൂടി കോൺഗ്രസ് നമ്മൾ കാണേണ്ടതുണ്ട്. സാധാരണ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന പോലെ എല്ലാ കാലത്തും മത സാമുദായിക സംഘടനകൾക്കെല്ലാം വലിയ തോതിലുള്ള സ്വാധീനം കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ആ സ്വാധീനം അനുസരിച്ച് തന്നെയാണ് പല ആളുകളെ നിയമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് വി ഡി സതീശനെയൊക്കെ വെട്ടിക്കൊണ്ട് ശിവകുമാറിനെ ഒരു നായർ സ്ഥാനാർത്ഥിയായി, നായർ മന്ത്രിയായി മാറുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് പെരുന്നയിൽ നിന്നും NSSൻ്റെ പോപ്പായിട്ടുള്ള സുകുമാരൻ നായരുടെയൊക്കെ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ അന്നു മുതൽ തന്നെ വി ഡി സതീശൻ അവരുമായി പല അകലത്തിലാണ്. പിന്നെ വി ഡി സതീശൻ പറഞ്ഞേക്കുന്ന നിലപാട് സമുദായങ്ങളുടെ തിണ്ണനിറങ്ങാൻ താൻ പോകില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സമുദായങ്ങളുമായി ചർച്ച ചെയ്യാം, സംസാരിക്കാം, പക്ഷെ ഒരു കാരണവശാലും അവരിയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ കിടക്കുകയോ നിലത്തിഴയുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് ആ നിലപാടുകൾ എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസ് അങ്ങനെ ആ നിലപാടുകളിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഒരു ഭാവിയെ കേരളത്തിൽ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഈ മുഖ്യമന്ത്രി മത്സരത്തിൽ നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിൽ എല്ലാ കാലത്തും പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാവരും തന്നെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആകാതിരുന്ന കേരളത്തിലെ ഒരേ ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തെ ഒരു മര്യാദയും ഇല്ലാതെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ എൻ്റെ പരാജയത്തിന് ശേഷം 2021 അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കിയത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ 2 പ്രതിപക്ഷ നേതാക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്. അതാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഒന്ന് വി ഡി സതീശനാണ്, രണ്ടാമത്തത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ CPMനെ സംബന്ധിച്ചിടത്തോളമോ LDFനെ സംബന്ധിച്ചിടത്തോളമോ ഒക്കെ തന്നെ പലപ്പോഴും ചില മിതമായ സ്വാധീനങ്ങൾക്കൊക്കെ അവരും വഴങ്ങിക്കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം സുകുമാരൻ നായർക്കോ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ മറ്റ് സമുദായ പ്രമാണിമാർക്കോ ഒന്നും തന്നെ പലപ്പോഴും കൃത്യമായി അവരുടെ വീതം ചോദിച്ച് വാങ്ങിക്കാനോ ആളുകളെ ഫിക്സ് ചെയ്യാനോ ഒന്നും LDFൽ കഴിയാറില്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സിലേതുപോലെ ഒരു പാർട്ടികളിലും കഴിയാറില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പം തന്നെ നമുക്കെടുത്ത് നോക്കാം. ഏതാണ്ട് നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ 10-10ഓളം വരുന്ന നായർ സമുദായ അംഗങ്ങളുണ്ട്. പക്ഷെ അവരാരെയും നായർ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ടോ NSSൻ്റെ പ്രതിനിധിയായിട്ടോ ഒന്നും ആരും കാണുന്നില്ല. അതുമാത്രമല്ല, പിണറായി വിജയനെ ചെന്ന് കാണണമെങ്കിൽ പോലും സുകുമാരൻ നായരടക്കം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കുമൊക്കെ തന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പിണറായി വിജയനൊക്കെ സഹിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ സപ്പോർട്ടൊക്കെ ചെയ്യാതെ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. പക്ഷേ ഇനി അടുത്ത ഭരണം കോൺഗ്രസിൻ്റേതായിരിക്കുമെങ്കിൽ അവിടെ പിടിമുറുക്കാൻ ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നു. ഈ പിടിയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഇതിനു മുമ്പ് കോൺഗ്രസ് ഇല്ലാത്തൊരു പ്രതിസന്ധി കോൺഗ്രസ് രാഷ്ട്രീയം കേരളത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം BJP ക്രമാതീതമായി വളർന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ തന്നെ 3.98% വോട്ടുകൾ അവർ കൂട്ടിയിരുന്നു എന്ന് നമുക്കറിയാം. LDFനും UDFനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിൻ്റെ പെർസെൻറ്റേജ് കുറയുമ്പോൾ വോട്ടിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിയ രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അങ്ങനെ BJP കൂട്ടുന്നതിലെ മഹാഭൂരിപക്ഷ വോട്ടുകളും ഒരിക്കലും ക്രിസ്ത്യൻസിൽ നിന്നോ മുസ്ലിംസിൽ നിന്നോ പോയതല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം.
അത് പോയിട്ടുള്ളത് നേരത്തെ തന്നെ നായർ കമ്മ്യൂണിറ്റിയിലെ ഒരു വലിയ ശതമാനം വോട്ടുകൾ BJPയിലേക്ക് പോയി. ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈഴവ നായർ കമ്മ്യൂണിറ്റികളെ തിരിച്ചു കൊണ്ടുവരാൻ കൂടി കഴിയുന്ന ലെവലിലുള്ള ഒരു നേതാവായിരിക്കണമെന്നും അത്തരത്തിലുള്ള ഒരു നേതാവായി ഉയർന്നു വരാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല നടത്തുന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയോ ഈ സമുദായങ്ങളെയോ ഒന്നും അങ്ങോട്ട് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ ഒക്കെ പറഞ്ഞാൽ നേരെ അത് കേട്ട് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല ആ സമുദായ അംഗങ്ങൾ, സമുദായ നേതൃത്വത്തിൻ്റെ വളരെ ചെറിയ ഒരു ഇൻഫ്ലുവൻസ് മാത്രമേ ഈ സമുദായങ്ങളിലുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വോട്ട് ചെയ്യുന്ന ആരും തന്നെ ഇല്ല. അത് ഈഴവ സമുദായത്തിലൊക്കെ ആണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന കൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യുമെന്നൊക്കെ ധരിച്ചാൽ അത് വെറും അബദ്ധമാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. പക്ഷേ കേരളത്തിലും ഇത്തരത്തിൽ ജാതി മത ഞങ്ങൾ സംഘടിക്കണമെന്ന് പറയുന്ന ചിന്തയൊക്കെ സമുദായ സംഘടനകളുടെ ചിന്തയൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻഡ് ഗെയിമാണ്, ഒരു അവസാനത്തെ പോരാട്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് 68 വയസ്സുണ്ട്. ഏതാണ്ട് 70 വയസ്സിലേക്ക് അടുക്കുമ്പോഴാണ് 69 കഴിയുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ അന്നേരം അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ, സ്വാഭാവികമായിട്ടും മുൻ പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രി ആകാതെ പോയ ഏക പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 2034 ഒരു ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുക വയ്യ. കാരണം കോൺഗ്രസിൽ ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല. ഒരാളായാൽ പിന്നെ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ അവരുടെ മരണശേഷം മാത്രമേ നടക്കാറുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞ VD സതീശനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതും പ്രതീക്ഷിച്ച് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു MLA സീറ്റ് പോലും ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ മിക്കവാറും MLA സീറ്റ് വിട്ടുകിട്ടുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കോൺഗ്രസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ തോതിലുള്ള ഒരു പരിശ്രമം രമേശ് ചെന്നിത്തല നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ രമേശ് ചെന്നിത്തല അതിൻ്റെ ആദ്യപടിയായിട്ടാണ് VD സതീശന് മാരാമൺ കൺവെൻഷനിലേക്ക് ഏറ്റവും ആദ്യമായി ചരിത്രത്തിൽ ആകെ 2 നേതാക്കന്മാരെ ഇതിനു മുമ്പ് അവിടെ പ്രസംഗിച്ചിട്ടുള്ളൂ, രാഷ്ട്രീയക്കാർ. അതിലൊരാൾ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വിളിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അത് ശശി തരൂരാണ്. പിന്നെ അതിനു മുൻപ് 1974 C അച്യുതമേനോനാണ്. അപ്പോൾ ഇവർ 2 പേരെയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആ വിളിച്ചത് കൂടാതെ ഇത്തവണ അവരുടെ യുവജന സമ്മേളനത്തിലേക്ക് നമ്മുടെ VD സതീശനെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നേരെ തന്നെ 2 ആഴ്ച മുമ്പ് തന്നെ നോട്ടീസ് അടിച്ചിട്ടുള്ള ഈ NSSൻ്റെ മന്നം ജയന്തി ആഘോഷത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്ത പെട്ടെന്ന് പൊട്ടിവിട്ടിരുന്നത്. അത് കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ട വാർത്തയാണ്. കാരണം 2 ആഴ്ച മുമ്പ് തീരുമാനിച്ചതാണ്. പക്ഷേ VD സതീശനെ ഇനിയും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് വലിയ ഇമേജ് ഉണ്ടാക്കി. അദ്ദേഹം വലിയ തോതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിനൊപ്പം യുവജനങ്ങൾ കൂടെ നിൽക്കുന്നു. അദ്ദേഹം പാർട്ടിയെ കൂടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന വലിയ തോതിലുള്ള വികാരം മറ്റ് നേതാക്കന്മാർക്കുണ്ട്, അവഗണിക്കപ്പെടുന്നവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വിട്ടാൽ ശരിയാവില്ല എന്ന് വെച്ച് രമേശ് ചെന്നിത്തല ഒരു തുറന്ന പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു. അതിന് ഇവർ 2 പേരുമായി രമേശ് ചെന്നിത്തല സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടവും കൂടി നിങ്ങൾ അറിയണം. 26-ാമത്തെ വയസ്സിൽ MLA ആയി, 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി, പിന്നീട് 9 കൊല്ലത്തോളം KPCC പ്രസിഡൻ്റായി. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ വഹിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം AICയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കീഴിൽ സെക്രട്ടറിമാരായി വർക്ക് ചെയ്തതാണ് DK ശിവകുമാറും മമതാ ബാനർജിയും ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം പുറമേ നോക്കുന്നത് നമുക്ക് തോന്നും MLA ആയാലോ മന്ത്രി ആയാലോ എത്ര സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയല്ലോ, ഇപ്പോഴും ഹരിപ്പാട് MLA ആണല്ലോ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. തന്നേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് DK ശിവകുമാർ, കർണാടകത്തിൽ ഉപമുഖ്യമന്ത്രിയാണ്. മമതാ ബാനർജി നാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. എത്രയോ നാൾക്കും 15 കൊല്ലങ്ങൾക്കും അവർ മുഖ്യമന്ത്രിയായതാണ്. അപ്പം പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളൊന്നും തനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവസാന പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു. മറ്റ് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചേസിൽ ഇപ്പോൾ മുമ്പിലുള്ളത് ഈ പറയുന്ന VD സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയുമാണ്. ഇനി ഈ രമേശ് ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അദ്ദേഹത്തിന് പാർട്ടിയിൽ അത്രത്തോളം വലിയ ഗ്രിപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അദ്ദേഹം സതീശൻ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം സ്പ്രിംഗ്ലർ അഴിമതി മുതൽ മണിയാർ ജലവൈദ്യുത പദ്ധതി വരെയുള്ള അഴിമതി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ പോരാട്ടം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതസാമുദായിക സംഘടനകളുടെ ഒരു പിന്തുണ അദ്ദേഹം ഉറപ്പുവരുത്തിയിരിക്കുന്നു.
വി ഡി സതീശനെ സംബന്ധിച്ചാണെങ്കിൽ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഇപ്പോൾ ഒന്നും മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പോലും ആവശ്യമില്ല എന്നാണ്. കാരണം കോൺഗ്രസിനെ ഈ മതസമുദായ സംഘടനകളുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത്. യഥാർത്ഥത്തിൽ വി ഡി സതീശൻ എടുക്കേണ്ട ധീരമായിട്ടുള്ള നിലപാട്, ഞങ്ങൾ തിണ്ണ നിരങ്ങാൻ പോകുന്നില്ല, അവരുടെ ഇൻഫ്ലുവൻസുകൾക്ക് വഴങ്ങിക്കൊടുക്കില്ല, പക്ഷേ ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും, അവരുമായിട്ട് സാഹോദര്യത്തോടുകൂടി സൗഹൃദത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് പറയുന്നത് നിലപാടെടുക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ നിലപാടെടുത്തവരൊക്കെ കേരള രാഷ്ട്രീയത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം കെ കരുണാകരൻ എല്ലാ മതസാമുദായിക സംഘടനകളെയും ഒരുമിച്ച് കൊണ്ടുപോയ ഒരാളാണ്. പക്ഷേ എ കെ ആന്റണി അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളായിരുന്നു, പള്ളിയിൽ പോകാത്ത ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പിന്തുണ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടി. ആ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഇവർക്കൊക്കെ പിന്തുണക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഇവരൊക്കെ പിന്തുണച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വി എം സുധീരനും എ കെ ആന്റണിയും ആലപ്പുഴയിൽ MLA സ്ഥാനത്തേക്കും MP സ്ഥാനത്തേക്കും മത്സരിക്കുമ്പോൾ കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ അവരെ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ട് പോലും, പ്രത്യേകിച്ച് വി എം സുധീരൻ തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ട് പോലും വി എം സുധീരൻ അവിടെ തോറ്റില്ല. ഒരു തവണ തോറ്റത് തന്നെ മനോജ് ഒരു അപരനെ നിർത്തി കുറച്ച് വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രാഷ്ട്രീയ സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കണം. മറ്റെല്ലാ മേഖലകളിലും അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്താണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി ഈ വി ഡി സതീശൻ്റെയും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും ഇനി മുതൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇനി പലപ്പോഴും 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിൻ്റെ കാരണം പോലും 2021 മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തർക്കത്തിലേക്ക് പോയതുകൊണ്ടാണ്. ആ തർക്കം മൂർച്ഛിച്ചാൽ, വലിയ തോതിലുള്ള വിഭാഗീയത ഉണ്ടായാൽ, സ്വന്തം MLA-മാരെ പാരവെക്കുന്ന പണിയുണ്ടായാൽ 2026 പിണറായി വിജയൻ തന്നെ ഭരിച്ചോളും. പിന്നെ അതോർത്ത് ഇവർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. രണ്ടു പേർക്കും മുൻ പ്രതിപക്ഷ നേതാവായിട്ട്, ഇപ്പോൾ പി ഡി സതീശന് പ്രതിപക്ഷ നേതാവായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് മുൻ പ്രതിപക്ഷ നേതാവായിട്ടും തുടരാം എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. മതസമുദായിക സംഘടനകളുടെ ഇൻഫ്ലുവൻസിൽ നിന്നും രക്ഷ നേടാൻ കോൺഗ്രസിന് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനുള്ള ഒരു അവസരമാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൃത്യമായി പറയുന്നു, BJPയുടെ ഇൻഫ്ലുവൻസിലേക്ക് പോയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി NSSൻ്റെയും അല്ലെങ്കിൽ SNDPയുടെയും ഒക്കെ നിലപാടുകൾക്കനുസരിച്ചോ അവരുടെ നേതാക്കന്മാരെ പ്രീണിപ്പിക്കുന്നതോ അല്ല എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവിനെ ഉയർത്തി കാണിക്കുന്നത് മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് പോയതുമൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയത്തിലുള്ള ഈ കൊടുക്കൽ വാങ്ങലുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളിലും വിശ്വാസം നഷ്ടപ്പെട്ട ആളുകളാണ് BJP ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് പറഞ്ഞു പോയത്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ നടത്തുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ആളുകൾക്ക് പലർക്കുമാണ് വലിയ തോതിലുള്ള വോട്ട് വർധനവുണ്ടായത്. ഉദാഹരണത്തിന് വി മുരളീധരൻ ആറ്റിങ്ങലിൽ വോട്ട് വർദ്ധിപ്പിച്ചു, ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വോട്ട് വർദ്ധിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ആയിട്ടുള്ള, നേരത്തെ BJP ആയിട്ടുള്ള സന്ദീപ് വാര്യർക്ക് വലിയ പിന്തുണ കിട്ടിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പല്ലും നഖവും ഉപയോഗിച്ച് പിണറായി വിജയനെ എതിർക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഒരു നേതാവായതുകൊണ്ടോ അദ്ദേഹം വാര്യരായതുകൊണ്ടോ മാത്രമല്ല. അപ്പം അത്തരത്തിലുള്ള ഒരു BJPയിലേക്ക് പോയ വോട്ട് ബാങ്കുകളെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ഉള്ള സ്ട്രാറ്റജി എന്താണെന്ന് ഹൈക്കമാൻഡ് കൂടി തീരുമാനിക്കണം. അല്ലാതെ ഇവരോടൊരു മൃദു സമീപനം എടുക്കുകയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാവിനെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമോ അതുകൊണ്ട് കാര്യമുണ്ടാവില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സൗഹൃദമൊക്കെ ഒരു ചെറിയ പരിധി വരെ സഹായിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് മാത്രം കൊണ്ട് മതിയാവില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ വി ഡി സതീശൻ നിരവധി സമ്മേളനങ്ങളിൽ ഈ ക്രിസ്ത്യൻ സഭകളുടെയും അതുപോലെ തന്നെ SNDPയുടെയും NSSൻ്റെയൊക്കെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലും മതിയാവില്ല. ഇവിടെ അതിനെയൊക്കെ മറികടക്കുന്ന വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മജോറിറ്റി വോട്ടുകൾ തങ്ങൾക്ക് കിട്ടണമെന്നും തങ്ങളാണത് ക്യാരി ചെയ്യാൻ പോകുന്നതെന്നും അതിനെതിരെയുള്ള ഏറ്റവും വലിയ യുദ്ധം നയിക്കാൻ പോകുന്നത് ഞങ്ങളാണെന്നുമുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യും. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും കൂടുതൽ വോട്ടുകൾ പാലക്കാട് കിട്ടിയത് അതുകൊണ്ടാണ്. പലപ്പോഴും രമ്യ ഹരിദാസൻ ആ വോട്ടുകൾ കിട്ടാതെ പോയതും ഏറ്റവും മൈൽഡായിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്, ഇത്തരത്തിൽ ഒരു പോരാട്ടവും നടത്താത്ത ഒരാളായതുകൊണ്ടാണ്. അല്ലാതെ ജാതിമത സംഘടനകളുടെ ഏതെങ്കിലും നേതാക്കന്മാരുടെ തിട്ടൂരം കൊണ്ട് ജയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അവരൊന്നും പറഞ്ഞത് കൊണ്ടല്ല BJPയുടെ വളർന്നിട്ടുള്ളത്, BJPയിലേക്ക് വോട്ട് പോയിട്ടുള്ളതും. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് ഒരു നിലപാടും സ്ട്രാറ്റജിയും കോൺഗ്രസ് ബിൽഡ് ചെയ്യുകയും അതിൽ കൃത്യമായ റോളുകൾ ഇപ്പോൾ തന്നെ തീരുമാനിക്കുകയും ചെയ്തില്ലെങ്കിൽ
വലിയ തോതിലുള്ള ഡിസാസ്റ്റർ ആയിരിക്കും, ദുരന്തമായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. വലിയ ഗ്രൂപ്പ് വൈര്യങ്ങളിലേക്കും ഭിന്നിപ്പുകളിലേക്കും പോയാൽ BJP-യിലേക്കും കോൺഗ്രസിലേക്കും വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ പോലും CPM ജയിക്കും. ഇനി കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ ഒരു പാലം വലിക്കൽ കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ 99 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നില്ലെങ്കിലും ഒരു 70-75 സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നേക്കാം. അതിൻ്റെ സൂചനകളാണ് നമുക്കറിയാവുന്നത്. ചേലക്കരയിൽ കണ്ടത്. ചേലക്കരയിൽ വോട്ട് ഭിന്നിച്ചത് എങ്ങനെയാണെന്നറിയാം. BJP-ക്ക് വോട്ട് കൂടി, അതുകൊണ്ട് കോൺഗ്രസ് അവിടെ തോറ്റു. 12,000 വോട്ടിന് CPM ജയിച്ചു. CPM-ന് ഇപ്പോഴും ജയിക്കാൻ കഴിയുന്ന 40-ഓളം വരുന്ന മണ്ഡലങ്ങളുണ്ട്. ബാക്കിയുള്ള 100ഓളം മണ്ഡലങ്ങളിൽ നിന്ന് 75-80 സീറ്റ് മേടിക്കുക എന്ന് പറയുന്ന ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതിന് ഇത്തരത്തിലുള്ള പണികൾ ചെയ്താൽ അത് ഏത് തരത്തിൽ അബദ്ധമാകുമെന്ന് കൂടി കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാമാണ് കോൺഗ്രസ് എടുക്കേണ്ട ശരിയായ നിലപാടുകൾ. VD സതീശൻ രമേശ് ചെന്നിത്തലയെ മറികടക്കണമെങ്കിൽ അദ്ദേഹം സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പോൾ സമര പോരാട്ടങ്ങൾ കൊടുക്കുന്നതിന് പാർട്ടിയിൽ നിന്നുള്ള ഒരു പിന്തുണയും പാർട്ടിയിൽ നിന്നുള്ള അത് വീണ്ടും തുടർന്ന് കൊണ്ടുപോകലുമൊക്കെ അദ്ദേഹം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതാണ് ഇവർ രണ്ടുപേരും ചെയ്യേണ്ട അടിയന്തരമായിട്ടുള്ള പണി.